ഒട്ടുമിക്ക പണ്ഡിതന്മാരെയും ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിയെടുത്തത്, മഹാപണ്ഡിതന്മാരായി മാറ്റിയെടുത്തത് അവരുടെ ഉമ്മമാരാണ്. ഇമാം ഷാഫി റഹിമഹുള്ളയെപ്പോലെ, ഇമാം മാലിക് റഹിമഹുള്ളയെപ്പോലെ, ഇമാം അബൂ ഹനീഫയെപ്പോലെ ഇസ്ലാമിക ചരിത്രത്തിൽ വിജ്ഞാനത്തിൻ്റെ മഹാസാഗരങ്ങൾ അവരെ ലോകത്തിന് സമ്മാനിച്ചത് മതബോധമുള്ള അവരുടെ ഉമ്മമാരാണ്. ഉമ്മ എന്ന മദ്രസയിൽ നിന്നാണ്, ഉമ്മമാരുടെ മടിത്തട്ടിൽ നിന്നാണ് ഇസ്ലാമിക ലോകത്തിലെ മഹാപണ്ഡിതന്മാരെ ലോകത്തിന് ലഭിച്ചിട്ടുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെയും അദ്ദേഹത്തിന് വിജ്ഞാനത്തിനുള്ള പാഠങ്ങൾ പകർന്നു നൽകുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അറിവിനെ സ്നേഹിച്ച, അറിവിനു വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്ത മഹാപണ്ഡിതനാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ. അദ്ദേഹം സുന്നത്തിനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. ചരിത്രങ്ങളിൽ ഒരുപാട് നമുക്ക് ആ വിഷയം കാണുവാൻ സാധിക്കും. ഒരിക്കൽ അതിശക്തമായ പീഡനം പ്രബോധന രംഗത്ത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ ഉറച്ചു നിന്നപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഖൽഖുൽ ഖുർആൻ എന്ന വാദത്തിനെതിരെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ നിലപാട് സ്വീകരിച്ചപ്പോൾ ശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും അഹ്മദ് ഇബ്നു ഹംബലിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ബഗ്ദാദിൽ നിന്ന് നാടുവിടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് നാട്ടിലെ ഭരണാധികാരികളും അതുപോലെ തന്നെ നാട്ടിലെ പണ്ഡിതന്മാരും പാമരന്മാരും ഭരണകൂടവും എല്ലാം അഹ്മദ് ഇബ്നു ഹംബലിനെതിരാണ്. അദ്ദേഹം നാടുവിടുമ്പോൾ മഹാനായ അദ്ദേഹത്തിൻ്റെ സമീപ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനാണ് ഇബ്രാഹിം അൻ-നൈസാബൂരി. ഇബ്രാഹിം നൈസാബൂരിയുടെ വീട്ടിലാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അഭയം പ്രാപിക്കുന്നത്. 3 ദിവസം ഇബ്രാഹിം നൈസാബൂരിയുടെ വീട്ടിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഇബ്രാഹിം നൈസാബൂരി ഇമാം അഹ്മദ് ഇബ്നു ഹംബലിൻ്റെ കൈപിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അഹ്മദ്, എവിടേക്കാണ് നിങ്ങൾ ഈ പോകുന്നത്? നിങ്ങളെ കിട്ടിയാൽ കൊത്തി നുറുക്കാൻ കാത്തിരിക്കുന്ന ഒരു ഭരണകൂടമുണ്ട് പുറത്ത്. സമൂഹത്തിൽ ഒരു പണ്ഡിതനോ ഒരു പാമരനോ നിങ്ങൾക്ക് സഹായിയായിട്ടില്ല. എല്ലാവരും നിങ്ങൾക്കെതിരാണ്. ഇവിടെ നിങ്ങൾ സുരക്ഷിതനാണ്. ഒരാളും നിങ്ങളെ തേടി ഇവിടെ എത്തുകയില്ല. ഈ ഒരു സാഹചര്യത്തിൽ എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഇമാം അഹ്മദ് ഇബ്നു ഹംബലിൻ്റെ മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റയുടെ വേളയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ 3 ദിവസമാണ് ഗുഹാമുഖത്ത് താമസിച്ചത്. വ്യാഴാഴ്ച ദിവസം ഗുഹയിൽ പ്രവേശിച്ച് ഞായറാഴ്ച ദിവസം എൻ്റെ പ്രവാചകൻ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. എങ്കിൽ ആ 3 ദിവസമാണ് ഞാനും ഇഷ്ടപ്പെടുന്നത്. സന്തോഷ കാലഘട്ടത്തിൽ, എൻ്റെ ഐശ്വര്യ കാലഘട്ടത്തിൽ സുന്നത്തിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അഹ്മദിനിഷ്ടം പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ, പ്രതിസന്ധിയിൽ സുന്നത്തിനോട് ചേർന്ന് നിൽക്കുവാനാണ്. ഇതാണ് അഹ്മദ് ഇബ്നു ഹംബൽ, ഇതാണ് ഇമാമുസ്സുന്ന. ഇത്രമാത്രം സുന്നത്തിനെ സ്നേഹിച്ച് സുന്നത്തിൻ്റെ പിറകെ നടന്ന ഒരു മഹാപണ്ഡിതൻ. അല്ലാഹു തആല ആ അറിവുള്ളവരെ, സുന്നത്തിനെ സ്നേഹിച്ച ഈ മഹാപണ്ഡിതന്മാരെ സ്നേഹിക്കുന്ന, അവരോട് ചേർന്ന് നിൽക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.